നാം ആവശ്യപ്പെടുന്നത് സ്വർണമല്ല, ഭൂമിയല്ല, വളരെ ശക്തമായ ഒരു കുടുംബവുമല്ല. ഇതെല്ലാം ലോകത്തിൽ നശ്വരമാണ്, നശിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയും നശിച്ചു പോകും. സൂര്യൻ തണുക്കും ഒരു കാലത്ത്, ചന്ദ്രൻ ഇല്ലാതെയാകും. നമ്മൾ അയക്കുന്നതായ ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം തേഞ്ഞു പോകുമെങ്കിൽ അതിനേക്കാൾ വലിയ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഇല്ലാതെയാവില്ലേ? ആലോചിച്ച് മറുപടി പറയണം. ബുദ്ധി കൊണ്ട് വേണം തുഴഞ്ഞു കയറാൻ, ഇവിടെ യുക്തി കൊണ്ട് വേണം ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. എല്ലാം തന്നെ നശ്വരമാണ്, നശ്വരമാണ്, നശ്വരമാണ്. ആ നശ്വര വസ്തുക്കൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും, എത്ര വലിയ മുതലാളികളായാലും യജമാനന്മാരായാലും, എല്ലാ മുതലാളിയും യജമാനനും അവസാനം നശിക്കും. ശ്മശാനത്തിലേക്ക് ബാക്കിയുള്ളവർ കൊണ്ടുപോകും. കയ്യിലുള്ള അരക്കാശ് പോലും നെഞ്ഞത്ത് വെച്ച് ദഹിപ്പിക്കില്ല. കവിഞ്ഞതൊരു മുണ്ട്, 2 മാലയോ ബോക്കയോ കൊടുക്കും, അതേ കിട്ടുള്ളൂ. അത് അഗ്നിഭഗവാനാണ്, പോകുന്ന ആൾക്ക് കിട്ടില്ല. ശരിയായുള്ള നേട്ടം നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നതും ബുദ്ധിക്ക് തെളിച്ചമുണ്ടാക്കുന്നതും ആന്തരമായ പ്രസന്നതയും മികവും നിറവും പൂർണ്ണതയും നൽകുന്ന ജ്ഞാനമാണ് നമ്മുടെ ആവശ്യം. അതിലാകട്ടെ നിങ്ങളുടെ കൗതുകം, നിങ്ങളുടെ അഭിലാഷം, നമ്മുടെ കുതൂഹലം. നചികേസസിനെ അവതരിപ്പിച്ച് ആ കുട്ടിയിലൂടെ യമധർമ്മരാജാവുമായി നടന്ന സംസാരത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇതാണ് തത്വമൂല്യ അധിഷ്ഠിതമാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞത്.